നമ്മൾ ആദ്യം പോകുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഒരു മുൻ കേന്ദ്രമന്ത്രിയുടെ നീക്കമാണ്. ഇന്നലെയാണ് മുൻ കേന്ദ്രമന്ത്രിയായ മണിശങ്കർ അയ്യർ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവന നടത്തിയത്. പിണറായി വിജയൻ തന്നെ അടുത്ത തവണയും മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് കൂടിയായ മണിശങ്കർ അയ്യരുടെ പരാമർശം. വിഷൻ 2031 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നതിനെയും അയ്യർ വിമർശിച്ചു. അതേസമയം മണിശങ്കർ അയ്യരുടെ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വം തള്ളിയിട്ടുണ്ട്. അതായത് ഇന്നലെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് മണിശങ്കർ അയ്യർ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. പഞ്ചായത്ത് രാജ്, ഗാന്ധിയൻ ദർശനമുള്ള പഞ്ചായത്ത് രാജ് എന്ന ആശയം, വികസന കാഴ്ചപ്പാട് നടപ്പിലാക്കിയ സ്റ്റേറ്റാണ് കേരളം. അതുകൊണ്ട് വീണ്ടും മൂന്നാമതും ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. സംസ്ഥാനത്ത് LDF UDF നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് ഒരു മുൻ കേന്ദ്രമന്ത്രി ഇത്തരം ഒരു നിലപാടെടുത്തതെന്നാണ് ഞെട്ടിച്ച ഒരു കാര്യം. മാത്രമല്ല, പ്ലാനിംഗ് ബോർഡിൻ്റെ ഈ പരിപാടിയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനെതിരെ നിലപാടെടുത്തു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ച പ്രധാനപ്പെട്ട വ്യക്തികളോട് പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനിടയിലാണ് ഒരു കേന്ദ്രമന്ത്രി ഇത്തരമൊരു നിലപാടെടുത്തത്. ഇതോടുകൂടി മണിശങ്കർ അയ്യരെ തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കാം. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, മണിശങ്കർ അയ്യർ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ വെട്ടിലാക്കുമെന്ന് ഒരു തർക്കവുമില്ല. ഇന്നലെ തന്നെ മണിശങ്കർ അയ്യർക്ക് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധമില്ല ഇപ്പോൾ എന്ന നിലപാടെടുത്തുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് എന്ത് തുടർ നീക്കമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതിനിടയിൽ മണിശങ്കർ അയ്യർ CPM നേതാക്കൾക്കൊപ്പം ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും ചില സൂചനകളുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷൻ 2031 പരിപാടിയിലേക്ക് സർക്കാർ ആളുകളെ ക്ഷണിച്ചപ്പോൾ അത് പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല, അമർത്യ സെന്നും അതുപോലെ റൊമീല ഥാപ്പർക്കും തുറന്ന കത്തയച്ചിരുന്നു ഈ കഴിഞ്ഞ 8-ാം തീയതി. ആ കത്ത് അദ്ദേഹം പറഞ്ഞത്, ഫാസിസ്റ്റ് ആണെന്ന് ഈ സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു. ആ ഫാസിസ്റ്റ് സർക്കാർ നടത്തുന്ന മുഖംമിനിക്കൽ പരിപാടിയാണ് വിഷൻ 2031. അതിൽ പങ്കെടുക്കരുത്. ഈ സർക്കാരിന്റെ ജനം തിരസ്കരിച്ചതാണ്. അവരുടെ PR ക്യാമ്പയിനിൽ പങ്കാളികളാകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമർത്യ സെന്നും നൊബേൽ പുരസ്കാര ജേതാവ് അമർത്യ സെന്നും റൊമീല ഥാപ്പർക്കും മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല കത്തയച്ചത്. ആ പരിപാടിയിലേക്കാണ് കോൺഗ്രസിന്റെ മുൻ മന്ത്രിയും പ്രധാനപ്പെട്ട നേതാക്കളൊരാളുമായിരുന്ന മണിശങ്കർ അയ്യർ എത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം രണ്ടു കാര്യങ്ങളിലാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഒന്ന്, പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി വരും, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമെന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നു. മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തി സംസാരിക്കുന്നു. കേരള മാതൃകയെ, എപ്പോഴും ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഉയർത്തിക്കാട്ടുന്ന കേരള മാതൃകയെ, കേരള ബദലിനെ അദ്ദേഹം വാതോരാതെ പുകഴ്ത്തി സംസാരിക്കുന്നു. മാത്രമല്ല, തന്റെ പാർട്ടിയിലെ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിച്ച പരിപാടിയാണിത്. അത്തരമൊരു പരിപാടി എന്തുകൊണ്ട് ബഹിഷ്കരിക്കുന്ന ചോദ്യവും മണിശങ്കർ അയ്യർ പരസ്യമായി തന്നെ ചോദിക്കുന്നു. ചെറുതായൊന്നുമല്ല കോൺഗ്രസ് നേതൃത്വത്തെ ഇത് വെട്ടിലാക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ ഇതിനകം മണിശങ്കർ അയ്യർ തള്ളി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്ത് CPM-ന്, സർക്കാരിന്, ഇടതുമുന്നണിക്ക് വലിയൊരു അവർക്ക് ആയുധമായി മാറ്റാവുന്ന, പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കി മാറ്റാവുന്ന എന്ത് വികസനം കൊണ്ടുവന്നാലും, എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും അതിനെ മുടക്കുന്ന, അതിന് രംഗത്ത് വരുന്ന നശീകരണ സ്വഭാവമുള്ള പ്രതിപക്ഷമായാണ് പിണറായി സർക്കാരും ഇടതുപക്ഷവും കേരളത്തെ പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാട്ടുന്നത്. അതിനെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ, പരാമർശങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട നേതാവ്, ഒരു കാലഘട്ടം ദേശീയ തലത്തിന്റെ കോൺഗ്രസ് ഉയർത്തിക്കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതൃമുഖങ്ങളിലൊന്നാണ് മണിശങ്കർ അയ്യർ. അദ്ദേഹം തന്നെ രംഗത്ത് വന്ന് കോൺഗ്രസിനെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അല്പസമയത്ത് KPC പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. അവിടെ ഒരുപക്ഷെ പ്രതികരണങ്ങൾ വന്നേക്കാം. CPM ഇത് വലിയ അവസരമാക്കി കാണുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ പോലും നേരത്തെ ശശി തരൂർ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിലൊക്കെ ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയൊക്കെ പോയി നമ്മുടെ ന്യൂസ് 18ന്റെ മലയാളി ഓഫ് ദി ഇയർ പരിപാടിയിൽ പോലും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട്, തിരിച്ച് മുഖ്യമന്ത്രി തരൂരിനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ കൂടുതൽ നേതാക്കൾ കേരള മാതൃകയെ, കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് നേതാക്കൾ പുകഴ്ത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കും. ഇന്ന് ഉച്ചയോടുകൂടി മണിശങ്കർ അയ്യറും TM തോമസ് ഐസക്, ഡോക്ടർ TM തോമസ് ഐസക്കും മന്ത്രി MB രാജുമൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വാർത്താ സമ്മേളനവും ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അതൊന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഉണ്ടായേക്കാം. അങ്ങനെ വീണ്ടും CPM നേതാക്കൾക്കൊപ്പം മണിശങ്കർ അയ്യർ വേദിയിലെത്തുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഏത് സാഹചര്യത്തിലാണ് പിണറായി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നത്? കോൺഗ്രസ് വലിയ പ്രയത്നത്തിലാണ് അധികാരം തിരിച്ചുപിടിക്കാൻ. 10 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ, സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ, ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കോൺഗ്രസ് ഭഗീരഥ പ്രയത്നം നടത്തുകയാണ്. ആ സാഹചര്യത്തിലാണ്, അപ്പോഴാണ് അവിടെ കോൺഗ്രസ് നേതാവ് തന്നെ, പ്രധാനപ്പെട്ട നേതാവ് തന്നെ
മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വീണ്ടും വരുമെന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നത് അത് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന നീക്കമാണ് മണിശങ്കർ അയ്യർ നടത്തിയിട്ടുള്ളത്. യെസ്, അത് വളരെ ഉറപ്പാണ്. കാരണം മണിശങ്കരയുടെ നീക്കം കോൺഗ്രസിനെ വെട്ടിലാക്കും. കാരണം ദീർഘനാളുകൾ കോൺഗ്രസിൻ്റെ UPA മിനിസ്ട്രിയിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. പഞ്ചായത്ത് രാജ് വകുപ്പുകളടക്കം കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നത്തെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ മണിശങ്കർ അയ്യർ പറഞ്ഞു എന്ന കാര്യം. നോക്കൂ, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മൂന്നാമതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഇതാണ്. അതായത് ഗാന്ധിയൻ ആശയമുള്ള, ഗാന്ധിയൻ ദർശനങ്ങളിലൂന്നിയ വികസനം നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പോയിന്റ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മൂന്നാമത് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യം അദ്ദേഹം പറയുന്ന ഒരു കാര്യം അതാണ്. മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഈ പഞ്ചായത്ത് രാജ് ആശയങ്ങൾ കൈവിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ബാറ്റൺ കേരളം ഏറ്റെടുക്കണം, പിണറായി വിജയൻ ആ ബാറ്റൺ ഏറ്റെടുക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഉള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചു എന്നതാണ് കൂടിയാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് മണിശങ്കരയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇത് കോൺഗ്രസ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും, ഈ പ്രസ്താവന എങ്ങനെ CPM ഏറ്റെടുക്കും എന്നതാണ് ഈ കൂറുമാറ്റ രാഷ്ട്രീയങ്ങളൊക്കെ ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഈ വിഷയം കൂടി വരുന്നത്. നമുക്ക് ഇന്നലെ മണിശങ്കർ അയ്യർ പറഞ്ഞ വാക്കുകളൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. That the only state of India in which progress has been made in the Gandhiji's direction is the Marxist-Leninist Party of India. So in the presence of the Chief Minister, who I'm sure will be the next Chief Minister, I renew my plea that in order to reinforce Kerala as the best Panchayati Raj state in the country. യെസ്, ഇതാണ് ഈ നീക്കം വാക്കുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, മണിശങ്കർ അയ്യർക്ക് കോൺഗ്രസ് നേതൃത്വവുമായി ഇപ്പോൾ ബന്ധമില്ല. ഇതാണ് കോൺഗ്രസ് പറയുന്ന ന്യായീകരണം. നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ പതിവാതുക്കലാണ്. ഇപ്പോൾ CPM ബന്ധമുള്ളവർ കോൺഗ്രസിലേക്കും തിരികെയുള്ളവർ മറിച്ചും വരുന്നു. ഇങ്ങനെ ഒരു കൂറുമാറ്റത്തിൻ്റെ കാലം കൂടി. അപ്പോൾ മണിശങ്കർ അയ്യരുടെ വാക്കുകളെ പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണോ CPMൻ്റെ നീക്കം? കോൺഗ്രസ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. യെസ്, മണിശങ്കർ അയ്യർ ഇന്ന് CPM നേതാക്കൾക്കൊപ്പം മാധ്യമങ്ങളെ കാണും. ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി MP രാജേഷ്, ഒപ്പം തന്നെ തോമസ് ഐസക്, ഇവരൊക്കൊപ്പം ഇന്ന് മണിശങ്കർ അയ്യർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.